നിഫ്റ്റിയുടെ ഒരു ക്രൂഷ്യൽ അപ്ഡേറ്റ് ആണ്. അപ്ഡേറ്റിൽ ശരിക്കും നിഫ്റ്റി ബ്രേക്ക് ഔട്ട് ആവുകയാണോ അതോ ഇനി നിഫ്റ്റിയിൽ കറക്ഷൻ കണ്ടിന്യൂ ചെയ്യുവാണോ നമുക്ക് പരിശോധിക്കാം. ആക്ച്വലി കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റിലാണെങ്കിൽ ഒരു ക്രൂഷ്യൽ ഡൗൺവേർഡ് ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഡൗൺവേർഡ് ട്രെൻഡിൻ്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു എക്സ്പാൻഡ് ഫ്ലാറ്റ് ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് പോസിബിലിറ്റി ഈസ് സ്റ്റിൽ ദെയർ. ഓക്കെ, അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ആ പോസിബിലിറ്റി ഇപ്പോഴും ഉണ്ട് എങ്കിൽ ഓരോ റെസിസ്റ്റൻസിനെയും നമ്മളാണെങ്കിൽ ഒരു സെല്ലിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണണ്ടേ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്, അങ്ങനെ തന്നെയാണത്. പക്ഷേ നമ്മളെ എങ്ങനെയാണ് അഡ്വാൻസ് വേവ് തിയറി നമുക്ക് തരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അഡ്വാൻസ് വേവ് തിയറി ഇൻ അഡ്വാൻസ് നമുക്കാണെങ്കിൽ ക്രൂഷ്യൽ റെസിസ്റ്റൻസ് ലെവൽസും സപ്പോർട്ട് ലെവൽസും നമുക്ക് തരുന്നു. ഈ ക്രൂഷ്യൽ റെസിസ്റ്റൻസ് ലെവൽസിലും സപ്പോർട്ട് ലെവൽസിലും ആയിരിക്കണം മാർക്കറ്റ് സപ്പോർട്ടും റെസിസ്റ്റൻസും എടുക്കേണ്ടത്. ഈ സപ്പോർട്ടോ റെസിസ്റ്റൻസോ ബ്രേക്ക് ചെയ്യുവാണ് എങ്കിൽ നമുക്ക് നമ്മളുടെ ഐഡിയ ശരിയാണോ അല്ലയോ എന്നുള്ള ഒരു ഇംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേഷനും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇതിനകത്ത് എത്രമാത്രം നമുക്കാണെങ്കിൽ ഇൻഡിക്കേഷൻസ് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്നത്തെ ഏറ്റവും ക്രൂഷ്യൽ റെസിസ്റ്റൻസ് പറയുന്നത് 22-27 ആണ്. ഈ ലെവലിന് താഴെയായിരിക്കണം മാർക്കറ്റിൽ നിന്ന് ഉണ്ടാകേണ്ടത്. എന്നിട്ട് ഇന്ന് മാർക്കറ്റ് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ചെയ്യേണ്ട സ്ഥലം എന്ന് പറയുന്നത് 21,976 ആണ്. ഈ 21,976 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്യുവാണ് എങ്കിൽ 21,976 ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ പറയുന്ന ഐഡിയ, അതായത് ഒരു എക്സ്പാൻഡ് ഫ്ലാറ്റ് സ്ട്രക്ചറാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ശരിക്കും ബലപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിനുശേഷം പോകേണ്ട അടുത്ത ലെവലാണ് ഈ 21,875 അതുപോലെ തന്നെ 21,792. അപ്പോൾ ഈ രണ്ട് ലെവൽസിലേക്കും പിന്നീട് മാർക്കറ്റിന് പോകാൻ പറ്റും. അപ്പോൾ അതിനുശേഷം മാർക്കറ്റാണെങ്കിൽ എങ്ങനെയാണ് ഈ ഏരിയയിൽ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം. ഈ ഏരിയയിൽ മാർക്കറ്റ് വീക്കാണ് ഫർദർ എങ്കിൽ ആക്ച്വലി ഇറ്റ് ക്യാൻ ബി ഗോയിങ് ഡൗൺ ലൈക്ക് എ വാട്ടർഫോൾ. ഈ 792 എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ സപ്പോർട്ടായിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട്. ഈ ലെവലും കൂടെ ബ്രേക്ക് ആവുകയാണെങ്കിൽ വാട്ടർഫോൾ ആയിട്ട് നമ്മൾ പറഞ്ഞ അതായത് എക്സ്പാൻഡ് ഫ്ലാറ്റിൻ്റെ ഇമ്മീഡിയറ്റ് ടാർഗറ്റ്സിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. സോ ഇതാണ് മാർക്കറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്.